ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല മത്സരാർത്ഥി രേണുവാണ്. രേണു മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെയുള്ള ഓരോ കഥകളും കമൻറ്റുകളും അടിച്ചിറക്കുന്നത് തന്നെയാണെന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. ഒരു ഗെയിമും കളിക്കാതെ ഇരിക്കുന്ന രേണു സുധീനെ ബിഗ് ബോസ് നിലനിർത്തി പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു സ്ത്രീ എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ ആ പെണ്ണിന്റെ മുഖത്ത് നോക്കി വിളിച്ചിരിക്കുന്ന സെപ്റ്റി ടാങ്ക് എന്നാണ്. ഇതാവുമ്പോൾ പുറത്തൊരു സ്ത്രീയോടാണ് ഇത് ഈ വിളിക്കുന്നുണ്ട്, അവന്റെ മോന്ത അടിച്ച അടി കിട്ടുകയല്ലേ. തിരിച്ച് രേണുസുതി വിളിച്ച് പേപ്പട്ടി പേപ്പട്ടി ഓക്കെ, പേപ്പട്ടി മോശം വാക്കാണ്, മോശമല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ പിന്നെ രേണുസുതിക്ക് എന്തോ ആവാം, ബാക്കിയുള്ളവർക്ക് ആവാൻ പാടില്ല. അതേ രേണുസുതി ബിഗ് ബോസിൽ പറഞ്ഞ ഞാൻ വിധവകളുടെ പ്രതിനിധിയായിട്ടാണ് വന്നത്, എന്നെ പോലെ ഒരു വ്യക്തി അപമാനിച്ചു. അപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു താങ്കൾ വിധവയായിട്ടല്ല കാണുന്നത്. രേണുവിന്റെ ഗെയിമിങ്ങിന്റെ ഒരു ഭാഗമായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ ഐഡിയ വെച്ചാണല്ലോ അവർ ഗെയിം ചെയ്യില്ല. അതൊരു വിക്ടിം കാർഡാണല്ലോ. അതിനുള്ളിൽ നടക്കുന്ന രേണു നീ അത് പറയരുത്, നീ അത് ചെയ്യരുത്, നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ അതേ താങ്കൾ തന്നെ പറയുന്നു സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കാൻ പാടില്ല. സെപ്റ്റിക് ടാങ്ക് വിളിക്കാൻ പാടില്ല. ഇത്ര ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്ന ഒരു പരിപാടി. അതേ രേണുസുതിക്ക് വിധവയാണെന്ന് പറഞ്ഞ് സിമ്പതി നേടാം. വിധവയാണെന്ന് പറഞ്ഞ് സിമ്പതി അല്ല, അവളതിനാ ഇവർ ഇത്രയൊക്കെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചിട്ടും എന്തായി, എന്തെങ്കിലും ഏറ്റോ. അവള് മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ടെലിവിഷൻ ഷോയിൽ ഉള്ളിൽ വന്നു, അതിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് അവൾ മത്സരാർത്ഥിയായി. രേണുസുതി ആരും പിടിച്ചു പറിച്ചിട്ടില്ല, കട്ടിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, കൊലപാതകം ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈ പെങ്കൊച്ചൊരുത്തിനെ എടുത്തിട്ട് ഇവരെല്ലാം റോസ്റ്റ് ചെയ്ത് ഇവരൊക്കെ ചെയ്യാത്ത കാര്യങ്ങൾ എപ്പോഴാണെങ്കിലും പറയും. ഒരു സാധാരണ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പെങ്കൊച്ച്, ഞാൻ വോട്ട് ചെയ്യുന്ന അവക്കാണ്, എന്റെ വീട്ടുകാർ വോട്ട് ചെയ്യുന്ന അവക്കാണ്. പാവപ്പെട്ട വീട്ടിലെ പെങ്കൊച്ചെന്ന് പറഞ്ഞിട്ട് ഒരാളെ ജയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എന്ത് ക്വാളിറ്റിയാണ് അവൾക്കുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവരെല്ലാം ഇവള് വരില്ല എന്ന് സ്വപ്നം കണ്ട് പാഴ്സ്വപ്നം കണ്ട് നടന്നവര്. അവളെന്തായി, അവള് നല്ല അടിപൊളിയായിട്ട് ബിഗ് ബോസ് വരികയും ചെയ്തത് സൂപ്പറായിട്ട്. എല്ലാവരും ഇനിയിപ്പോൾ ഒന്ന് ബിഗ് ബോസ് വന്നാലും ആദ്യ റൗണ്ട് തന്നെ രേണുവായിരിക്കും പുറത്താകുന്നത്. ഒന്നുമല്ല, ഇപ്പോഴവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സാധാരണക്കാരൻ്റെ വോട്ട് കിട്ടുന്നത് രേണുവിന് തന്നെ. ഞാൻ രേണുവിനെ തന്നെ ന്യായീകരിക്കുള്ളൂ. കാരണം അവള് പിൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ന്യായീകരിക്കും. എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാ സ്ഥലത്തും അപ്പിന്നൊന്നുമില്ല. ചിലർ ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഈ തിരുവനന്തപുരം സൈഡിലല്ല, ഇതിന് അപ്പി എന്ന് പറഞ്ഞ ഷിറ്റ് എന്ന് തന്നെയാണെന്ന് ഇംഗ്ലീഷിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരം സൈഡിലെ പേര് വിളിച്ച് ന്യായീകരിക്കുന്നുണ്ട്. ഡെയിലി 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പ്രതിഫലം വാങ്ങി, ഇത്ര വലിയൊരു പ്രതിഫലം എന്തായാലും ആർക്കും ഇതുവരെ ബിഗ് ബോസിൽ കൊടുത്തിട്ടില്ല. മലയാളം ബിഗ് ബോസിൽ കൊടുക്കുന്നില്ല, താങ്കൾക്കും അറിയായിരിക്കാം. പക്ഷെ അങ്ങനെ അല്ല, ഇത്ര വലിയൊരു പ്രതിഫലം ഉണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇത്ര നാൾ രേണുസുതി എന്ന വ്യക്തിയെ പ്രൊമോട്ട് ചെയ്തിരുന്ന ആളുകൾ തന്നെ അവരെ താറടിക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ രേണു ഒരു ഐശ്വര്യമുള്ള കൊച്ചായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഞാൻ കുറേ കാലങ്ങളായിട്ട് സിനിമയിൽ നടക്കുന്ന ആളായിട്ട് പോലും രേണുവിനെ ആദ്യമായിട്ട് യക്ഷിയാക്കിക്കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ആദ്യം നിങ്ങളുടെ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ഞാൻ ബാക്കിയൊന്നും ചെയ്യുള്ളൂ എന്ന് പറയുകയുണ്ടായി. ഞാൻ ആ കുട്ടീനെ ഒരിക്കലും കുറ്റം പറയുകയോ തള്ളി പറയുകയോ ഇല്ല. കാരണം എനിക്കറിയാവുന്ന രേണു മുത്താണ്. എൻ്റെ മുന്നിൽ എനിക്കറിയാവുന്ന രേണു മുത്താണ്. രേണുവിൻ്റെ സൗഹൃദത്തിൽ കള്ളത്തരമില്ല, കളങ്കമില്ല, ഒന്നുമില്ല. രേണു വിന്നറായിട്ട് വരുന്നത് വരെ ഞാനിത് തുടരുക തന്നെ ചെയ്യും. രേണു എന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് കുഴപ്പമില്ല. നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അൻഷാദ് പാലയാണ്. അപ്പോൾ ഡയറക്ടറാണ്, അതിനൊപ്പം തന്നെ രേണുസുതിയുടെ സുഹൃത്തു കൂടിയാണ്. ഇപ്പോൾ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രേണുസുതിയുടെ വിമർശനങ്ങൾ വരുന്നു, കാര്യങ്ങളൊക്കെ വരുന്നു. എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലൊരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്യണേ? ഞങ്ങളുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ വർഷങ്ങളായിട്ട് സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ ഒരു ആൽബം സംവിധാനം ചെയ്യുണ്ടായി. കണ്ണേട്ടൻ്റെ സ്വന്തം ശ്രീകുട്ടി എന്നാണ് ആൽബത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ രേണുവിനെ ആയിട്ട് സൗഹൃദം. രേണുവിനെ എനിക്ക് നേരത്തെ മുതൽ അറിയാം, സുധിയെ എനിക്ക് അറിയാമായിരുന്നു. ഞാൻ ഏഷ്യാനെറ്റിലും മഴവിൽ മനോരമയിലും ഒക്കെ കോമഡി സ്റ്റാർ സ്കിറ്റുകളിലൊക്കെ ജൂനിയറായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലം മുതൽ എനിക്ക് സുധിച്ചേട്ടനെ അറിയാം. അങ്ങനെ എനിക്ക് പിന്നെ രേണുവിനെയും പരിചയം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിളിച്ചു ചോദിച്ചു, എടി നമുക്കൊരു ആൽബം ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വാഗമണ്ണി വെച്ചിട്ട് ഞാൻ ആൽബം ഷൂട്ട് ചെയ്യുകയുണ്ടായി. പക്ഷേ അങ്ങനെ ആൽബം ഷൂട്ട് ചെയ്യുകയും ഞങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ട് ഭയങ്കര വിവാദമൊക്കെ ആയിരുന്നു. ഒരു റീൽ ഭയങ്കര വിവാദമായിരുന്നു. ഞാൻ ഷർട്ടില്ലാതെ നിൽക്കുന്ന സമയത്ത് രേണു എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഭയങ്കര വിവാദമാവുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ അന്ന് തുടങ്ങിയ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നല്ല ലെവലിൽ തന്നെയാണ് പോകുന്നത്. രേണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് എനിക്ക് രേണു. അപ്പോൾ രേണുവിന് ശരിക്കും വെച്ചാൽ രേണുവിനെ സുധിച്ചേട്ടനോടാണ് പരിചയപ്പെടുന്നത്. സുധിച്ചേട്ടനെ എനിക്ക് നേരത്തെ തന്നെ അറിയാം. രേണുവിനെ ഞാൻ പരിചയപ്പെടുന്നത് സുധിച്ചേട്ടനിലൂടെയല്ല, ഞാൻ ഈ ആൽബം വഴിക്ക് തന്നെയാണ്. അല്ലാതെ തന്നെ പിന്നെ നേരത്തെ അറിയാമായിരുന്നു, കണ്ടിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് ഈ ആൽബം ചെയ്തതിന് ശേഷമാണ് കൂടുതൽ ആ സൗഹൃദം മുന്നോട്ട് പോകുന്നത്. രേണുവിനെ അങ്ങനെ വളരെ അടുത്തറിയാം. എത്ര കാലങ്ങളായിട്ട്? കാലങ്ങൾ മീൻസ് ഞാൻ രേണുവിനെ അറിയാമെങ്കിലും ഞാൻ ബന്ധം ഒന്ന് ദൃഢമായതും ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം ഫ്രണ്ട്ഷിപ്പ് വർദ്ധിച്ചതും ഈ ഒരൊറ്റ ഇത് ചെയ്തുകൊണ്ടാണ്. ഈ ആൽബം കണ്ണേട്ടൻ്റെ ശ്രീകുട്ടി ആൽബം ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അതിനകത്ത് ആരാണ് നായകൻ? അതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ആ ആൽബത്തിലെ സോങ് പാടിയിരിക്കുന്നതും ഞാൻ തന്നെയാണ്. മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്.
അങ്ങനെ രേണുവിനെ വെച്ച് ആ ആൽബം ചെയ്തപ്പോൾ തന്നെ ഏറെ വിവാദങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ആയി. ഇതിപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതുപോലൊരു സൈബർ അറ്റാക്ക് നേരിട്ട ഒരു പെൺകുട്ടി തന്നെ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പറയുന്നു, ഇപ്പൊ നിങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നു, ആ ഷോർട്ട് ഫിലിമിലെ ഒരു രംഗം, അതായത് നിങ്ങൾ അഭിനയിക്കുന്ന രംഗത്തിന്റെ ഒരു സാധനം നിങ്ങൾ തന്നെ പുറത്തു വിടുന്നു, നിങ്ങൾ തന്നെ മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കാൻ ചെയ്യുന്നില്ലേ? അത് വിവാദം ഉണ്ടാക്കാനെന്ന് പറയും. ഇപ്പൊ ഞാൻ പറയട്ടെ, ആ ഷർട്ടില്ലാത്ത രംഗമല്ല നിങ്ങൾ പറയുന്നത്. അതെ, ഈ ഷർട്ടില്ലാതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമയിൽ എത്രയോ ആളുകൾ ഷർട്ടില്ലാതെ നടക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പഴശ്ശിരാജയ്ക്കകത്ത് മമ്മൂട്ടി ഷർട്ട് ഇട്ടിട്ടുണ്ടോ? വടക്കം വീരഗാഥയിൽ മമ്മൂട്ടി ഷർട്ട് ഇട്ടുണ്ടോ? അത് സിനിമ ഇറങ്ങുമ്പോഴല്ലേ? അതെ, ആയിക്കോട്ടെ. അപ്പോൾ സിനിമയിൽ മമ്മൂട്ടി അത് ചെയ്താൽ പ്രശ്നമില്ല, അൻഷാദും രേണുസുധിയും ചെയ്താൽ എന്താണ് ഇവിടെ പ്രശ്നം? നിങ്ങൾ ആ ഷർട്ടില്ലാതെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു രംഗം മാത്രമല്ലേ കണ്ടുള്ളൂ. അതിൽ കൂടുതൽ ഡീപ്പായിട്ടുള്ള ബെഡ്റൂം രംഗങ്ങൾ പോലും ഞങ്ങളുടെ ആൽബത്തിലുണ്ട്. അതൊക്കെ റിലീസ് ആകുമ്പോഴേ മറ്റുള്ളവർ കാണുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇതൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് തന്നെയാണ് ആ റീൽസ് പുറത്ത് വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് മില്യൺസിന് മുകളിൽ വ്യൂ വന്നു. അപ്പൊ പിന്നെ നിങ്ങൾ അതിൽ വിവാദം പറഞ്ഞ് പരിതപിക്കേണ്ട കാര്യം? പരിതാപമല്ലല്ലോ, ഒരിക്കലും പരിതാപമല്ല. ഞാനിത് ശരിക്കും പറയുകയാണെങ്കിൽ രേണുവിനെ എല്ലാവരും ഈ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നുണ്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ രേണു എനിക്ക് നല്ലത് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. ഞാൻ ഈ രേണുവിനെ വെച്ച് ഈ ആൽബം ചെയ്തതിന് ശേഷം മാത്രമാണ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ വർഷങ്ങളായിട്ട് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, തിരക്കഥാകൃത്താണ്. തിരക്കഥകളുമായിട്ട് ഞാൻ പലരുടെയും പിന്നാലെ നടന്നിട്ടുണ്ട്. പലരും എനിക്ക് ചാൻസ് തന്നിട്ടൊന്നും ഇല്ലെന്നില്ല, പലരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പക്ഷേ ഇത്രയും വർഷമായി സിനിമയിലേക്ക് ഇറങ്ങി എന്നെ 4 പേരെ അറിയാൻ രേണുസുധി തന്നെ വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. അത് സുഹൃത്തെ, അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ രേണുസുധി എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ വേറെ നടിമാരോ ആർട്ടിസ്റ്റുകളോ ഇല്ലാത്തതുകൊണ്ടല്ലോ നിങ്ങൾ രേണുസുധിയായിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയത്. റീച്ച് ഉണ്ടാക്കിയതിനു ശേഷം വിവാദം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എന്ത് ധാരണയുള്ളേ? സോ നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളുണ്ട്, നടിമാരുണ്ട്, അല്ലെങ്കിൽ താല്പര്യമുള്ളവരുണ്ട്. അപ്പൊ രേണുസുധി എന്ന് പറഞ്ഞ ആൾക്ക് സോഷ്യൽ മീഡിയ പ്രത്യേക ഒരു പ്രേക്ഷകർ സ്വീകരിക്കുന്നതാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സെൻസേഷനായിട്ട് ഇരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അവരുമായിട്ട് നിങ്ങളുടെ തന്നെ ഷോർട്ട് ഫിലിമിൽ നിങ്ങൾ രംഗം അഭിനയിക്കുന്നത് നിങ്ങൾ തന്നെ ഷോർട്ടായിട്ട് പുറത്തു വിടുന്നു, അതിനുശേഷം പിന്നീട് അത് വിവാദമായി പോയി എന്ന് പറയുന്നതിൽ എന്താ കാര്യം? വിവാദമായി പോയി എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമായിട്ട് ഞാൻ പറഞ്ഞല്ല, എനിക്ക് വിഷമമില്ല. വിവാദമാകുന്നതിൽ എനിക്ക് വിഷയമുള്ള കാര്യമില്ല. വിവാദം ആയതുകൊണ്ടാണ്. രേണുസുധിക്ക് പ്രശ്നമുണ്ടോ? രേണുസുധിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് പ്രശ്നമില്ല, പിന്നെ ആർക്കാണ് പ്രശ്നം? ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതല്ലേ ഞങ്ങളുടെ കമന്റ് ബോക്സുകളിലൊക്കെ ഉള്ള വിളികളും ചീത്തവിളികളും തെറിവിളികളും ഒക്കെയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നതുമാണ്. അത് നമുക്ക് പ്രശ്നവുമില്ല. അതിപ്പോ താങ്കൾ പറയുന്ന പോലെ മമ്മൂട്ടിയുടെ പടം ഇറങ്ങിയാലും മോഹൻലാലിന്റെ പടം ഇറങ്ങിയാൽ ആൾക്കാർ ഡിഗ്രേഡ് ചെയ്യുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ നിങ്ങൾ പരിതപിക്കുന്നത്? തീർച്ചയായിട്ടും പരിതാപമല്ല. ചില കമന്റ്സുകൾ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം വീട്ടിലിരിക്കുന്നവരെ അടക്കം വിളിക്കുന്ന കമന്റുകൾ അതിന്റെ കമന്റ് ബോക്സുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു വിഷമവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ രേണുസുധി എന്ന് പറയുന്ന രേണുസുധിനെ എല്ലാവരും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം രേണുസുധി, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടായിരിക്കാം രേണുസുധിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കപ്പെടുന്നത്? രേണുസുധി ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിലൊരു പെണ്ണ് ഇവർ ഇത്രയൊക്കെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചിട്ടും എന്തായി? എന്തെങ്കിലും ഏറ്റവും അവള് മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ടെലിവിഷൻ ഷോയിൽ ഉള്ളിൽ വന്നു. അതിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് അവൾ മത്സരാർത്ഥിയായി അവൾ വന്നു. അത് തന്നെയാണ് അവളുടെ വിജയം. അവള് രേണുസുധി എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? രേണുസുധി ആരും പിടിച്ചു പറിച്ചിട്ടില്ല, കട്ടിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, കൊലപാതകം ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈ പെങ്കൊച്ചൊരുത്തിനെ എടുത്തിട്ട് ഇവരെല്ലാം റോസ്റ്റ് ചെയ്ത് ഇവരൊക്കെ ചെയ്യാത്ത കാര്യങ്ങൾ. അതുൽ വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു വ്ളോഗറുണ്ട്. അയാളാണെന്നുണ്ടെങ്കിൽ ഡെയിലി 2, 3, 4 വീഡിയോസാണ് ഈ പെങ്കൊച്ചിനെ പറ്റിയിട്ട് വരുന്നത്. അത് എന്താണ് ഇതൊക്കെ? അത് ഒരു സ്ത്രീയാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ അവൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് തേച്ചു മാച്ച് അങ്ങനെ പിന്നീട് പോലീസ് കേസ് വിഷയങ്ങൾ, അവനെ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു, അവൻ സ്റ്റേഷനിൽ വരുന്നു, തിരിച്ചു പോകുന്നു. ദൂരെ കിടക്കുന്ന ഒരു പെൺകുട്ടി ഒരാൾക്ക് എതിരെ പരാതി കൊടുത്ത് സ്റ്റേഷനിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒരു പെൺകുട്ടീനെ അത് വളഞ്ഞിട്ടുള്ള ആക്രമണം തന്നെയാണ്. അതേപോലെ തന്നെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ ഒരു മത്സരാർത്ഥി ഉണ്ടല്ലോ, ദയാച്ചു എന്ന് പറയുന്ന ആ പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ രേണു എന്ത് ചെയ്യുന്നു ഇത് നോക്കി തന്നെയാണ് അവരിയ്ക്കുന്നത്. രേണുവിനെ പരമാവധി ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്യുന്നത്. ആ ദയാച്ചുവിൻ്റെ പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം കണ്ടറിയാം. പിന്നെ ദയാച്ചു പറയുന്നുണ്ട് ഒരു ക്വാളിറ്റി ഇല്ല, നമ്മുടെ രേണുവിന് ഒരു ക്വാളിറ്റി ഇല്ല, രേണു അതിലൊന്നും ചെയ്യുന്നില്ല, ഇതൊക്കെ പറയുന്നുണ്ട്. ദയാച്ചു എന്താണ് ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത് ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. ഈ പറയുന്ന ആൾ അവിടെ പച്ചക്കറി വണ്ടി വരുമെന്ന് പറഞ്ഞ് സഞ്ചി എടുത്തുകൊണ്ട് പച്ചക്കറി മേടിക്കാൻ വേണ്ടി ബിഗ് ബോസ് ചെയ്യുന്ന ആളാണ് ദയാച്ചു. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടി, കാരണം ഇവരെല്ലാം കൃത്യമായിട്ട് ഇവളെ ട്രോളുന്നതും ഇവളെക്കെതിരെ സംസാരിക്കുന്നതിന് കാരണം അവരുടെ ഫെയിമിന് വേണ്ടി തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും അവരുടെ ഫെയിമിന് വേണ്ടി തന്നെയാണ്. ഇപ്പം അതുൽ വ്ളോഗ്സ് ആണെങ്കിൽ പോലും അവൻ മറ്റേതൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ കൂടുതൽ അവന് റീച്ചും അവന് വ്യൂവേഴ്സും കയറുന്നത് രേണുസുധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ തന്നെയല്ലേ? അതെ. അപ്പം ഇവരൊക്കെ ഇത്രയൊക്കെ നിങ്ങൾ തന്നെ അതുൽ വ്ളോഗിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിൽ അവൻ ആ ഇന്റർവ്യൂവിൽ നിങ്ങളോടടക്കം ചോദിക്കുന്നുണ്ട് അവൾക്ക് ബിഗ് ബോസിൽ വരാനുള്ള എന്ത് ക്വാളിറ്റിയാണ് അവൾക്കുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവള് വരില്ല എന്ന് പാഴ്സ്വപ്നം കണ്ട് നടന്നവർ തന്നെ. അവളെന്തായി? അവള് നല്ല അടിപൊളിയായിട്ട് ബിഗ് ബോസ് വരികയും ചെയ്തത് സൂപ്പറായിട്ട്. എല്ലാവരും ഇനിയിപ്പോൾ ബിഗ് ബോസ് വന്നാലും ആദ്യ റൗണ്ട് തന്നെ രേണു ആയിരിക്കും പുറത്താകുന്നത്.
ഒന്നുമല്ല. ഇപ്പോഴവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സാധാരണക്കാരൻ്റെ വോട്ട് കിട്ടുന്നത് രേണുവിന് തന്നെയാണ്. ഞാനത് ഇപ്പോഴാണെങ്കിലും പറയും, ഒരു സാധാരണക്കാർ, ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പെങ്കൊച്ച്, ഞാൻ വോട്ട് ചെയ്യുന്ന അവക്കാണ്, എൻ്റെ വീട്ടുകാർ വോട്ട് ചെയ്യുന്ന അവക്കാണ്, എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞ് വോട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഇത്രയും പാവപ്പെട്ട വീട്ടിലെ ഒരു പെങ്കൊച്ച്, ആ ഒരു പെങ്കൊച്ച് ജയിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ നമുക്ക്. പാവപ്പെട്ട വീട്ടിലെ പെങ്കൊച്ചെന്ന് പറഞ്ഞിട്ട് ഒരാളെ ജയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതില്ല. പക്ഷെ അവൾ ഗെയിമിംഗ് ഉണ്ട്, അവൾ നല്ല ഗെയിമല്ലേ കളിക്കുന്നത്. അവൾ പുറത്ത് അവൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതേ ഇത് തന്നെയാണ് അകത്തും കിട്ടുന്നത്. അവളെ അവിടെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന പല രംഗങ്ങളും നമ്മൾ കണ്ടു. ഒരുത്തൻ അക്ബർ എന്ന് പറയുന്ന ഒരാൾ, അക്ബർ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി, ആ ഒരു മത്സരാർത്ഥി ഒരു സ്ത്രീ എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ ആ പെണ്ണിന്റെ മുഖത്ത് നോക്കി വിളിച്ചിരിക്കുന്ന സെപ്റ്റി ടാങ്ക് എന്നാണ്. ഇതാവുമ്പോൾ പുറത്തൊരു സ്ത്രീയോടാണ് ഇത് ഈ വിളിക്കുന്നുണ്ട്, അവന്റെ മോന്ത അടിച്ച അടി കിട്ടുകയല്ലേ. നിന്ന് ഗെയിമാണ്. ഓമനപ്പേര് വിളിക്കാൻ പറയുമ്പോൾ തിരിച്ച് രേണുസുതി വിളിച്ച് പേപ്പട്ടി ഓക്കെ, പേപ്പട്ടി മോശം വാക്കാണ്, മോശമല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ രേണുസുതിക്ക് എന്തോ ആവാം, ബാക്കിയുള്ളവർക്ക് ആവാൻ പാടില്ല. സെപ്റ്റി ടാങ്ക് എന്നൊരു വിളി കേട്ടാ ഞാൻ ചോദിക്കട്ടെ, പേപ്പട്ടി കടിച്ച ഒരു പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ വിഷബാധയായിട്ട് മരിച്ചു പോകുന്നതാണ് പേപ്പട്ടി. അപ്പൊ അങ്ങനെ ഒരു പരാമർശം ഉന്നയിക്കുന്ന രേണുസുതി നല്ലയാളും തിരിച്ച് അക്ബർ മാത്രം മോശക്കാരനാകും. അക്ബറിനെ വേട്ടപ്പട്ടിയെന്ന് അവള് വിളിക്കാനുള്ള കാരണം എപ്പോഴാണ്? ആദ്യം ഈ പേര് വിളിച്ചത്. അതിപ്പോ അല്ലാണ്ട് രണ്ടുപേർക്ക് ഒരുമിച്ച് വിളിക്കാൻ പറ്റില്ലല്ലോ. സെപ്റ്റി ടാങ്ക് എന്ന് അവനെ വിളിച്ചോണ്ട് മാത്രമാണ് ഇവള് പേപ്പട്ടി എന്ന് വിളിച്ചത്. താങ്കളോട് വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എന്നോട് വിളിച്ചു പറഞ്ഞു. ബിഗ് ബോസിൽ നടക്കുന്ന കാര്യം നമുക്കറിയില്ല. അപ്പൊ പിന്നെ അങ്ങനെ ന്യായീകരിക്കുന്ന കാര്യമില്ലല്ലോ. അല്ല, ഞാൻ ന്യായീകരിക്കും. ഞാൻ രേണുവിനെ തന്നെ ന്യായീകരിക്കുള്ളൂ. കാരണം അവള് വിൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ന്യായീകരിക്കുള്ളൂ. അല്ല, ഇനി ഞാൻ വീഡിയോ ചെയ്യും, രേണുവിനെ സപ്പോർട്ട് ചെയ്ത് രേണുവിനെ അനുകൂലിച്ച് തന്നെ വീഡിയോ ചെയ്യാൻ എൻ്റെ പ്ലാൻ. ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യും. കാരണം അവൾ വിന്നറായിട്ട് ഇറങ്ങി വരിക എന്നുള്ളത് എനിക്ക് ആഗ്രഹമുള്ള കാര്യമാണ്. അവൾ എൻ്റെ നല്ല സുഹൃത്താണ്, നല്ല കൂട്ടുകാരിയാണ്. അവൾ ജയിക്കാൻ ഇനിയും ഞാൻ വീഡിയോസും ചെയ്യും. അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോസ് ഇടും. എനിക്കതിൽ യാതൊരു നാണക്കേടോ ഒരു വിഷമോ എനിക്കില്ല. ഞാൻ ഇനി അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുള്ളൂ. ഡെയിലി 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പ്രതിഫലം വാങ്ങി ബിഗ് ബോസിൽ നിൽക്കുന്നു എന്നൊരു അതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നല്ല. അങ്ങനെയൊന്നുമല്ല. ബിഗ് ബോസിൽ എനിക്കറിയാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഒരു ജോലി എന്താണ്, ആ ജോലി നമ്മൾ പുറത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഡെയിലി എൻ്റെ ഒരു വരുമാനം, അതിനുള്ളൊരു വരുമാനവും തന്നെയാണ് ഇവർ കൊടുക്കുന്നതെന്നാണ്. അപ്പം അങ്ങനെ ഒരു വലിയ ഭീമായ തുകയൊന്നും കൊടുക്കുന്നതായിട്ട് എനിക്കറിയില്ല. പക്ഷേ രേണുസുതിക്ക് 50,000 രൂപ ഡെയിലി മുതൽ 1,00,000 രൂപ ഒരാഴ്ചയിൽ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് രേണുസുതിയുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന നിങ്ങളെ പോലുള്ളവരും ബാക്കിയുള്ള വിഷയങ്ങളും ഷൂട്ട് ചെയ്യുന്ന മീഡിയക്കാർ തന്നെയാണ് അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടത്. മീഡിയാസ് അങ്ങനെ താങ്കളെ അടക്കം അല്ലെങ്കിൽ താങ്കളെ പോലെ അവരുടെ ഷോർട്ട് ഫിലിംസും വെബ് സീരീസും അല്ലെങ്കിൽ അവരുടെ ഷൂട്ടുകളിലും കൃത്യമായി എല്ലാ പരിപാടിക്കും പോയി പങ്കെടുക്കുന്ന മീഡിയ ചാനലുകൾ തന്നെയാണ് രേണുസുതിക്ക് 50,000 രൂപ പ്രതിഫലം കൊടുക്കുന്നത്. അപ്പോൾ രേണുസുതിയെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് അവർ പുറത്തുവിട്ടത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്? അതെനിക്കറിയില്ല. കാരണം എനിക്കറിയാൻ പറ്റിയിട്ടുള്ളത്, നമ്മൾ ചെയ്യുന്ന ഒരു ജോലിക്ക് അനുസരിച്ചിട്ടുള്ള നമ്മുടെ ഡെയിലി നമ്മൾ എന്ത് ശമ്പളം ഉണ്ടാക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള ശമ്പളമാണ് കൊടുക്കുന്നത്. ബിഗ് ബോസ് ഹൗസിനകത്തെ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മളാളല്ല, അത് നമുക്കറിയത്തുമില്ല. പിന്നെ എന്താ പറയുക, ഇപ്പം ഞാൻ അവരുടെ കുടുംബത്തിനെ വിളിക്കാറുണ്ട്, ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ട്. രേണുവിൻ്റെ ചേച്ചി രമ്യനെയൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട്, ഇടയ്ക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അടുത്തൊരു സുഹൃത്തും കൂടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫാമിലിയെ നല്ലപോലെ അറിയാം. അപ്പോൾ അവരെ വിളിക്കും, അങ്ങനെ എന്താണ് കാര്യങ്ങളെന്ന് ചോദിക്കും. അപ്പോൾ അറിയുന്ന വിശേഷങ്ങൾ മാത്രമേ. അവർക്കാണെങ്കിൽ പോലും ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു ധാരണകളും തന്നെ ഇല്ല. ഇപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ച് രേണുസുതിക്ക് സാധാരണ ഒരു ഷോർട്ട് ഫിലിമിലോ വെബ് സീരീസിലോ അഭിനയിക്കുമ്പോൾ ഒരു ദൈനംദിന രൂപ എന്ന് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പൈസ തന്നെയാണ് രേണുസുതിക്ക് അവിടെ ലഭിക്കുന്നതെന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അടക്കം വന്നതെന്ന് വെച്ചാൽ അനുമോൾ അടക്കമുള്ള അല്ലെങ്കിൽ അപ്പാനി ശരത്തടക്കമുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു വലിയ വരുമാനം, അതായത് 50,000 മുതൽ 1,00,000 രൂപയുള്ള വലിയ വരുമാനം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പേജുകൾ ഇപ്പം ഞാൻ വ്യക്തമായി പറഞ്ഞത് അവരെ പ്രൊമോട്ട് ചെയ്ത് നടന്ന, അവർക്ക് വേണ്ടിയിട്ട് ഷോർട്സും റീൽസും എടുത്ത് നടന്ന അവരുടെ എല്ലാ കണ്ടന്റുകളും പ്രൊമോട്ട് ചെയ്തിരുന്ന ചാനലുകളിൽ കൂടെ തന്നെയാണ് വന്നത്. അതായത് രേണുസുതിക്ക് പരിചയമുള്ള, രേണുസുതി ഇൻവൈറ്റ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഡിഗ്രേഡ് ചെയ്യാനാണോ അതോ പ്രൊമോട്ട് ചെയ്യാനാണോ? അല്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഓരോരുത്തർക്കും കൊടുക്കുന്ന ശമ്പളം അത് ഏഷ്യാനെറ്റല്ലേ കൊടുക്കുന്നത്. ഏഷ്യാനെറ്റ് ഇത്ര രൂപ ശമ്പളം കൊടുക്കുന്നു എന്ന് ഞാൻ പറയുന്നത് എങ്ങനെയാണ്? ഞാനതല്ലേ രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തിയെ സാധാരണ വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം ഇത്രയും വലിയൊരു പ്രതിഫലം എന്തായാലും ആർക്കും ഇതുവരെ ബിഗ് ബോസിൽ കൊടുത്തിട്ടില്ല, മലയാളം ബിഗ് ബോസിൽ കൊടുക്കുന്നില്ല, താങ്കൾക്കും അറിയായിരിക്കാം. പക്ഷെ അങ്ങനെ അല്ല, ഇത്രയും വലിയൊരു പ്രതിഫലം ഉണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇത്രയും നാൾ രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തിയെ പ്രൊമോട്ട് ചെയ്തിരുന്ന ആളുകൾ തന്നെ അവരെ താറടിക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അത്രയും പൈസകൾ കൂടുതൽ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാർ ഈ PR വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുസുതിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ എന്നല്ല, ബാക്കി എല്ലാ മത്സരാർത്ഥികൾക്കും PR വർക്കേഴ്സ് ഉണ്ട് പുറത്ത്, ഇല്ലെന്നല്ല. ഒരു PR-ന് വേണ്ടിയിട്ട് തന്നെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്, എല്ലാ മത്സരാർത്ഥിക്കും ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഓരോ PR-ക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് മറ്റുള്ളവർ രേണുവിന് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല മത്സരാർത്ഥി രേണുവാണ്. രേണു മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെയുള്ള ഓരോ കഥകളും കമന്റുകളും അടിച്ചിറക്കുന്നത് തന്നെയാണെന്നാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. രേണുസുതി ഇപ്പൊ അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ സെൻസേഷനാണ്. സോഷ്യൽ മീഡിയയിൽ എവിടെ പോയാലും അവർക്ക് റീച്ച് ഉണ്ട്, അവരുടെ വീഡിയോസിനും കാര്യങ്ങൾക്കും എല്ലാം കൃത്യമായ റീച്ചുകളുണ്ട്. ഇപ്പൊ
ഷോർട്ട് ഫിലിമിന്റെ ലൊക്കേഷനിലാണെങ്കിലും അവിടെ വരുന്ന ആളുകൾക്ക് കൃത്യമായ ബൈറ്റുകൾ കൊടുക്കാറുണ്ട്, അവരോട് കൃത്യമായി സംസാരിക്കാറുണ്ട്. അങ്ങനെയുള്ള രേണുസുതിയെ തന്നെ ആ ചാനലുകൾ അങ്ങനെയുള്ള ചില പേജുകളിലൂടെ തന്നെ രേണുസുതി 50,000 രൂപ മേടിക്കുന്നുണ്ട്, 1,00,000 രൂപ മേടിക്കുന്നുണ്ടെന്ന് വെച്ച് ഡീഗ്രേഡ് ചെയ്യുന്ന എന്തുകൊണ്ടായിരിക്കും? അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. കാരണം എന്താ വെച്ചാൽ അത് ചിലപ്പോൾ ചാനലിൽ റീച്ച് കിട്ടാനും അതിൽ കമന്റുകൾക്ക് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കാം. കാരണം രേണുവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവിടെ കമന്റിന്റെ പെരുമഴയുണ്ട്, അവിടെ റിയാക്ഷൻസ് ഉണ്ട്. അല്ല, രേണുസുതി വളർത്തിക്കൊണ്ടുവന്ന ചാനൽ, അതായത് രേണുസുതിയിലൂടെ വളർന്നു വന്ന ചാനലുകൾ തന്നെ രേണുസുതിനെ തിരിച്ചടിക്കുന്ന ഇങ്ങനെ കാണുമ്പോൾ താങ്കൾക്ക് എന്താ അതിനകത്ത് പറയാം? എനിക്കതിലൊന്നും പറയാനൊന്നുമില്ല. കാരണം രേണു എന്താണോ, രേണു ഇതിലേക്ക് നടന്നിട്ട് ഇത് ചെറിയ ചെറിയ ആൽബങ്ങളും ഷോർട്ട് ഫിലിംസും ഒക്കെ ചെയ്യും. എനിക്കറിയാം ഞാൻ ആൽബത്തിന് കൊടുത്തിട്ടുള്ള നിസ്സാരമായിട്ടുള്ള ഒരു പൈസ അതെനിക്ക് തുറന്ന് പറയുന്നത് കൊണ്ട് ഒരു മടിയില്ല. എൻ്റെ ആൽബത്തിൽ അഭിനയിക്കാനായിട്ട് ഞാൻ ആ കുട്ടിക്ക് കൊടുത്തിട്ടുള്ള 10,000 രൂപയാണ്. അവൾ അതാണ് വാങ്ങിച്ചും കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് അതാണ്. അല്ലാതെ രേണു 50,000 60,000 അവൾ റീൽസ് ചെയ്യുന്ന പോലെ അതോ 5,000 രൂപയ്ക്ക് റീൽസ് ചെയ്യും, 10,000 രൂപയ്ക്ക് ആൽബം ചെയ്യും. ഇങ്ങനെയൊക്കെ ആയിരുന്നു രേണുവിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പം അല്ലാതെ അവൾ ഇത് കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു പൈസ ബിഗ് ബോസിനോട് ആവശ്യപ്പെടാനോ അതിനൊക്കെ ഉള്ള ഒരു ചാൻസ് കുറവ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവള് ശരിക്കും സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,00,000 രൂപ രേണുസുതി ആവശ്യപ്പെടുകയും അത്രയും പൈസ ഇല്ലെങ്കിൽ രേണുസുതി ബിഗ് ബോസിലേക്ക് വരില്ലെന്നും അതിനുശേഷം ഏഷ്യാനെറ്റ് അടുത്ത ഒരു നെഗോഷിയേഷന്റെ ഫലമായി 50,000 രൂപയോളം പ്രതിഫലം വാങ്ങിയാണ് ബിഗ് ബോസിൽ രേണുസുതി തുടരുന്നതും എന്നായിരുന്നു പോസ്റ്റ്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ ഇപ്പൊ പറയാ, 1,00,000 രൂപ ഡെയിലി എന്ന് പറയുമ്പോൾ തന്നെ രേണുവിന് അതൊരു ഭയങ്കര ഒരു വലിയൊരു പൈസയാണ്. പിന്നെ അത് മാത്രമല്ല, രേണുവിന് നേരത്തെ തന്നെ ബിഗ് ബോസ് ഭയങ്കര സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരാളാണ് രേണു. ആ രേണു ബിഗ് ബോസിലേക്ക് എത്താനായിട്ട് 1,00,000 രൂപ വേണമെന്ന് ഒരു നിർബന്ധം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ പിന്നെ അതൊക്കെ പേഴ്സണലി ഉള്ള കാര്യങ്ങളാണ്. രേണു എത്ര വാങ്ങി ഏത് വാങ്ങി എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ രേണുവിൻ്റെ എനിക്കറിയാവുന്നത് വെച്ചിട്ട് അവൾക്ക് കിട്ടുന്ന അതുപോലെ ഒരു പൈസ ഒന്നുമില്ല. മാത്രമല്ല അത് അത്രയ്ക്ക് വലിയൊരു പൈസ ഒന്നും കിട്ടുന്നില്ല. അത് തന്നെയാണ്. ഇപ്പൊ രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തിയെ താങ്കൾ പരിചയപ്പെട്ടെന്ന് പറഞ്ഞു. താങ്കൾ അദ്ദേഹത്തിന് ഏത് രീതിയിലുള്ള ഒരു സൗഹൃദമാണ് താങ്കൾ ഉണ്ടായത്? ഞങ്ങളിൽ നല്ല സൗഹൃദം തന്നെയാണ്. ഡെയിലി വിളിക്കാറുണ്ട്, ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. ഇപ്പൊ രേണുസുതിയെ താങ്കൾ പരിചയപ്പെടുന്നത് ഒരു കൊല്ലം സുധിയുടെ ഭാര്യ എന്ന നിലയിലാണോ, അതല്ലെങ്കിൽ കൊല്ലം സുധിയുടെ വിധവ എന്ന രീതിയിലാണോ, അല്ലെങ്കിൽ ഒരു നല്ല ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഏത് രീതിയിലായിരുന്നു? രേണുവിനെ ഞാൻ പരിചയപ്പെടുന്നത് കൊല്ലം സുധിയുടെ ഭാര്യയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൊല്ലം സുധിയുടെ ഭാര്യ എന്നറിയാം. പക്ഷേ എൻ്റെ ആൽബത്തിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ആർട്ടിസ്റ്റാണ്. ഞാൻ ഡയറക്ടർ എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു ആദ്യം. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം അങ്ങനെ തന്നെയാണ്. പിന്നെ രേണുവായിട്ട് അടുത്തു, കൂടുതൽ പരിചയപ്പെട്ടു. ഞങ്ങളും എല്ലാമായിട്ട്, അത് എന്നെ ആയിട്ട് മാത്രമല്ല, ഞങ്ങളുടെ അസോസിയേറ്റ് വൈശാഖ് ഉണ്ട്, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ മക്കു, അങ്ങനെ ഞങ്ങളുടെ ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീമുമായിട്ട് ഫുൾ ഇവള് നല്ല മിങ്കിൾ ചെയ്യുമായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല കൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇടപെടാനൊക്കെ ഞങ്ങളുമായിട്ട് രേണു നല്ല അടിപൊളിയായിരുന്നു. രേണു എന്താ പറയുക, ഞാൻ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ രേണു ഒരു ഐശ്വര്യമുള്ള കൊച്ചായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഞാൻ കുറേ കാലങ്ങളായിട്ട് സിനിമയിൽ നടക്കുന്ന ആളായിട്ട് പോലും ഇന്നിപ്പോൾ ഈ ആൽബം വൈകാതെ തന്നെ കണ്ണേട്ടൻ്റെ സ്വന്തം ശ്രീകുട്ടി റിലീസ് ചെയ്യുന്നുണ്ട്. എങ്കിലും എനിക്ക് കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എൻ്റെ തിരക്കഥ സിനിമയാകുക എന്നുള്ളത്. ഇപ്പോൾ ബോംബെ പോസിറ്റീവ് എന്ന് പറയുന്ന ലുക്മാൻ അവറാനും ജഗദീഷ് ചേട്ടനും ഒക്കെ അഭിനയിച്ച സിനിമയുണ്ട്. ആ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ജീവൻ കോട്ടായി എന്ന് പറയുന്ന ആൾ അടുത്ത സംവിധാനം ചെയ്യാൻ പോകുന്നത് എൻ്റെ തിരക്കഥയാണ്. എൻ്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ഇരുട്ട് എന്ന് പറയുന്ന സിനിമയാണ് അടുത്ത സംവിധാനം ചെയ്യാൻ പോകുന്നത്. അപ്പം അത് സത്യം പറയുകയാണെങ്കിൽ അത് രേണുവിൻ്റെ ഒരു ഐശ്വര്യം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. രേണു എൻ്റെ കൂടെ അഭിനയിച്ച് രേണുവിനെ വെച്ച് എനിക്കൊരു പ്രൊജക്റ്റ് ചെയ്യാൻ തോന്നിയതിൽ രേണുവിൻ്റെ ഐശ്വര്യം കൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെ ഒരു സിനിമ കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ കുട്ടീനെ ഒരിക്കലും കുറ്റം പറയുകയോ തള്ളി പറയുകയോ ഇല്ല. കാരണം എനിക്കറിയാവുന്ന രേണു മുത്താണ്. എൻ്റെ മുന്നിൽ എനിക്കറിയാവുന്ന രേണു മുത്താണ്. രേണുവിൻ്റെ സൗഹൃദത്തിൽ കള്ളത്തരമില്ല, കളങ്കമില്ല, ഒന്നുമില്ല. അവളെ ഇനിയും ഞാൻ സപ്പോർട്ട് ചെയ്യും. അവൾക്ക് വേണ്ടിയിട്ട് ഇനിയും വീഡിയോസും ചെയ്യും. ഞാൻ അങ്ങനെയല്ല ചോദിക്കുന്നത്. രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തിയെ ഇപ്പോൾ കൊല്ലം സുധിയുടെ ഭാര്യ അല്ലെങ്കിൽ ഒരു മരിച്ച കലാകാരൻ്റെ വിധവ എന്ന നിലയിലാണോ താങ്കളുടെ ഷോർട്ട് ഫിലിമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്? അല്ല, എനിക്ക് രേണു സുധീനെ ഈ വെച്ചിട്ട് ആൽബം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 പേര് കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ പുറത്ത് വേറെ ഏതെങ്കിലും കുട്ടികളെ വെച്ചിട്ട് ചെയ്യാമല്ലോ. ഒരിക്കലും വിധവ എന്ന് കണ്ടിട്ടല്ല. വിധവ എന്ന് പറഞ്ഞ് കാണുമ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു സഹതാപത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതിപ്പോൾ ഭർത്താവ് മരണപ്പെട്ട രേണുസുധി മാത്രമൊന്നുമല്ല കേരളത്തിലുള്ളത്. വിധവ എന്നൊരു സംഭവം ഞാൻ അങ്ങനെ ഒരു പേരിൽ അവളെ കണ്ടിട്ടില്ല. ഭർത്താവ് മരണപ്പെട്ട ഒരു രേണു മാത്രമൊന്നുമല്ലല്ലോ, എത്രയോ ആൾക്കാരുണ്ട്. വിധവകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ വിധവകൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ട് നിർത്താൻ പറ്റുന്ന ഒരു റോൾ മോഡലായിട്ട് അങ്ങനെയൊന്നും ഞാൻ രേണുവിനെ കാണുന്നില്ല. രേണുവിനെ ഞാൻ കാണുന്നത് എൻ്റെ ആർട്ടിസ്റ്റായിട്ടും എൻ്റെ അടുത്ത കൂട്ടുകാരിയായിട്ടും തന്നെ. അതേ രേണുസുതി ബിഗ് ബോസിൽ പറഞ്ഞ ഞാൻ വിധവകളുടെ പ്രതിനിധിയായിട്ടാണ് വന്നത്, എന്നെ പോലെ ഒരു വ്യക്തി അപമാനിച്ചു. അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു താങ്കൾ വിധവയായിട്ടല്ല കാണുന്നത്, അവരൊരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ കാണാൻ പറ്റിയ ഒരു പ്രതിബിംബമാക്കി കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയോ ഉള്ള ആളല്ല താങ്കൾ തന്നെ പറഞ്ഞു. അതിപ്പോ രേണു അങ്ങനെ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ചിലപ്പോൾ രേണുവിന്റെ ഗെയിമിങ്ങിന്റെ ഒരു ഭാഗമായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ ഐഡിയ വെച്ചാണല്ലോ അവർ ഗെയിം ചെയ്യില്ല. അതൊരു വിക്ടിം കാർഡാണല്ലോ.
എന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ അതിനുള്ളിൽ നടക്കുന്ന രേണു, നീ അത് പറയരുത്, നീ അത് ചെയ്യരുതെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ അതേ താങ്കൾ തന്നെ പറയുന്നു സെപ്റ്റിക് ടാങ്ക് നമുക്ക് വിളിക്കാൻ പാടില്ല. സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കാൻ പാടില്ല, ഇത്ര ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്ന ഒരു പരിപാടി. അതേ രേണുസുതിക്ക് വിധവയാണെന്ന് പറഞ്ഞ് സിമ്പതി നേടാം. വിധവയാണെന്ന് പറഞ്ഞ് സിമ്പതി അല്ല, അവൾ അതിനകത്ത് പറഞ്ഞു. അത് അവളിപ്പോ എന്ത് ഉദ്ദേശിച്ചാ പറഞ്ഞെന്നറിയില്ല. അതിന് അവള് മാപ്പ് പറയുകയോ എന്തൊക്കെ ചെയ്യുകയും ചെയ്തെന്ന് എനിക്ക് ഒരു 3 മിനിറ്റോളം രേണുസുതി ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് എന്നെ സെപ്റ്റിക് ടാങ്ക് വിളിച്ചു, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു വിധവയാണ്, ഒരു സിംഗിൾ മദറാണ്, ഒരു മറ്റേ അച്ഛനില്ലാത്ത കുട്ടികളെ വളർത്തുന്ന വിധവയായ ലേഡിയാണ്. മലയാളത്തിലെ വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസിൽ വന്ന പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതേ താങ്കൾ പറയുന്നു അങ്ങനെ ഒരു വ്യക്തിത്വം ആക്കാൻ പറ്റിയ ആളല്ല രേണുസുതി. അല്ല, വ്യക്തിത്വം ആക്കാൻ പറ്റിയ ആളല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ വിധവകളുടെ പ്രതിനിധിയായിട്ടൊന്നും ഞാൻ രേണുവിനെ കാണുന്നൊന്നുമില്ല. ഞാൻ കാണുന്നത്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സുഹൃത്തായിട്ട് തന്നെയാണ് ഞാൻ രേണുവിനെ കാണുന്നത്. വിധവകളുടെ പ്രതിനിധി ആവുക ആവാതിരിക്കുകയൊക്കെ രേണുവിൻ്റെ സ്വന്തം ഇഷ്ടമാണ്. ഞാൻ കാണുന്നത് എൻ്റെ കൂട്ടുകാരിയാണ്, എൻ്റെ ആർട്ടിസ്റ്റാണ്. ഞാൻ അവളെ പരമാവധി പ്രൊമോട്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ തന്നെ ഞാൻ നോക്കുകയുള്ളൂ. പിന്നെ അയാൾ അങ്ങനെ പറഞ്ഞ അയാളുടെ ഗെയിമിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം. പലരും പല മൈൻഡ് വെച്ചിട്ടാണല്ലോ ഗെയിം ചെയ്യുന്നത്. അതെ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമായിരിക്കാം. പിന്നെ അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു, അതൊരു സ്ത്രീയെ വിളിച്ചു. അതിപ്പോൾ ആർക്കാണ്, എനിക്ക് കണ്ടിട്ടാണെങ്കിൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ബാക്കിയുള്ള മത്സരാർത്ഥികളടക്കം അത് പറഞ്ഞു, ആ വിളി ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു ഇല്ലേ. അപ്പം ആ ഒരു ഇതിൽ അതേ അനീഷിനെ അപ്പി എന്നാണ് വിളിച്ചത്, ഷിറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ സ്ഥലത്തും അപ്പി എന്നൊന്നുമില്ല. ചിലർ ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഈ തിരുവനന്തപുരം സൈഡിലല്ല, ഇതിന് അപ്പി എന്ന് പറഞ്ഞ ഷിറ്റ് എന്ന് തന്നെയാണെന്ന് ഇംഗ്ലീഷിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതിനെ തിരുവനന്തപുരം സൈഡിലെ പേര് വിളിച്ച് ന്യായീകരിക്കുന്നുണ്ട്. ഞാൻ ന്യായീകരിക്കുന്നല്ല, ഓരോരുത്തർ പിന്നെ ഓരോ വിളിയും ഓരോരുത്തർ. അല്ല, രേണുസുതിക്ക് മാത്രം ഒരു പ്രിവിലേജ് നിങ്ങൾ കൊടുക്കണം, ബാക്കിയുള്ളവർക്ക് പ്രിവിലേജ് പാടില്ല എന്ന് പറയുന്നില്ല. ബാക്കിയുള്ളവർക്ക് പ്രിവിലേജ് പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ കൊടുക്കുന്നതും ചെയ്യുന്നതും രേണുസുതിക്ക് തന്നെയാണ്. എനിക്ക് വേറെ ആർക്കും പ്രിവിലേജ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. അല്ല, നിങ്ങളിപ്പോ ന്യായീകരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നപ്പി നല്ലല്ലോ അവർ പറയണം, അവർ ഷിറ്റ് തന്നെയല്ലോ. ആ വിളിച്ചത് തന്നെയോ അല്ല, വിളി കേട്ടവും വേറെയാണ്. അത് പോട്ടെ, അത് വിട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊടുക്കുന്നത് രേണുസുതിക്ക് തന്നെയാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുള്ളൂ. ഞാൻ അവള് ജയിക്കാനാണ്. എനിക്ക് ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും അതിനകത്തുള്ളവരെല്ലാം കപ്പടിച്ച് ഫ്ലാറ്റും മേടിച്ചുകൊണ്ട് തിരിച്ചു വരണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എൻ്റെ കൂട്ടുകാരി, എൻ്റെ സുഹൃത്ത് അതിനകത്തുണ്ട്. അവള് തിരിച്ച് കപ്പുമായിട്ട് ഇറങ്ങി വരണം. അതിന് മാക്സിമം അവളെ പ്രൊമോട്ട് ചെയ്ത് തന്നെ ഞാൻ പോകും. രേണുസുതിയുടെ തലവേദന സത്യസന്ധമായ കാര്യമാണ്. തലവേദന സത്യസന്ധമായ കാര്യമാണ്. ഞങ്ങളുടെ ഷൂട്ട് ഉണ്ടായിരുന്ന സമയത്ത്, ഞങ്ങളുടെ ആൽബം ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ സമയത്ത് ഇടയ്ക്കിടയ്ക്ക്, അതൊരു പ്രാവശ്യം അല്ല കേട്ടോ, അപ്പോൾ 2 കൈ കൊണ്ടും തല ഇങ്ങനെ പൊത്തി പിടിച്ചിരുന്ന് കരഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു തലവേദനയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. വേണ്ടിക്ക, നമുക്കിത് തന്നെ ഇപ്പം തന്നെ ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൂടെ അല്ലെങ്കിൽ സമയം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് എക്സ്പെൻസ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ബില്ലൊക്കെ ബുക്ക് ചെയ്തിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഷൂട്ടും പരിപാടിയായിരുന്നു. കുറച്ച് എക്സ്പെൻസ് ആയി ഞങ്ങളുടെ ഷൂട്ടിനും വരെ, കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു. അപ്പം അവൾ പറഞ്ഞു വേണ്ടിക്കാം, നമുക്കിത് തീർക്കാം, ഇപ്പം തന്നെ പൈസ ഒരുപാടായില്ല. അങ്ങനെ എല്ലാവരുമായിട്ടും വളരെ നല്ല മിങ്കിൾ ചെയ്ത്, വർക്കിനോട് അവൾക്ക് നല്ല ആത്മാർത്ഥമുണ്ട്. ഇപ്പോൾ ചെറിയ വർക്ക്, ഇപ്പോൾ വർക്ക് എന്ന് പറയും, വർക്കിനോട് വലിയ ആത്മാർത്ഥം. ചിലർ ഇത് കാണുമ്പോൾ പറയും പിന്നെ അവൻ സിനിമയല്ലേ പിടിക്കുന്നത്, അല്ലെങ്കിൽ അത് ഒരു വലിയ സംഭവമല്ല, ഒരു ആൽബം അല്ലേ ഇടയെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ആൽബത്തിനകത്താണെങ്കിലും ഞങ്ങൾ ചുരുക്കം ചില ആൾക്കാർ, ഞങ്ങൾ കുറച്ച് ആൾക്കാരുടെ ഒരു കഷ്ടപ്പാട് അതിനകത്തുണ്ട്. അപ്പം ഞങ്ങൾക്കറിയാം കൃത്യമായിട്ടും രേണു വരുന്നു. രേണുവിന് പല സമയത്ത് പോലും ഈ തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോസ്റ്റ്യൂം ചേഞ്ചസും കാര്യങ്ങളും, ഇതിനൊക്കെ എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് പുള്ളിക്കാരി എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഒക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഞാൻ എൻ്റെ ആൽബത്തിലൊക്കെ ആണെങ്കിൽ പോലും സാധാരണ എല്ലായിടത്തും ഒരു ആൽബം ചെയ്യുന്ന സമയത്ത് മേക്കപ്പ് കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പോലും വെക്കാണ്ട് അവൾ തന്നെ അവളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ന് ചെയ്യുകയൊക്കെ ആയിരുന്നു ചെയ്തത്. നല്ല വർക്ക് ചെയ്യാനൊക്കെ രേണു നല്ല അടിപൊളി മിടുക്കി കുട്ടി തന്നെയാണ്. താങ്കൾ പറയുന്നു രേണുസുക നല്ലൊരു കലാകാരിയാണ്, എക്സ്പെൻസുകൾ കുറച്ച്, ഇപ്പൊ ഒരു ഡയറക്ടർക്ക് ഇഷ്ടമുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു കോസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്ന നല്ല ആർട്ടിസ്റ്റുള്ളവരാണ്. ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ താങ്കൾ നൽകിയത് എന്തൊക്കെ ഉപദേശങ്ങളായിരുന്നു രേണുസുതിക്കുള്ളത്? ബിഗ് ബോസിലേക്ക് പോകുന്നത്, അതായത് ബിഗ് ബോസിലേക്ക് പോകുന്നത് പോകുമെന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ എനിക്ക് ആർക്കും തന്നെ കൊടുത്തിട്ടില്ലായിരുന്നു. കാരണം ബിഗ് ബോസിന്റെ റൂൾസിന് അത് എതിരാണ്. നേരത്തെ മറ്റു സുഹൃത്തുക്കളോടും ആൾക്കാരോടും പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കൃത്യം ദിവസം പോവും എന്നൊരു സൂചന എനിക്കും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ബിഗ് ബോസിലേക്ക് ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയണ്ടായിരുന്നു. ബിഗ് ബോസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ പെർഫോം ചെയ്യണം, കപ്പടിച്ച് തന്നെ തിരിച്ചു വരണം, അതേപോലെ നല്ല ഐഡിയ ആയിട്ട് തന്നെ കളിക്കണം എന്നുള്ളൊരു ഉപദേശം നമ്മളെല്ലാവരും കൊടുത്തിരുന്നു. അത് ഞാൻ മാത്രമല്ല, തൊട്ടടുത്ത് അറിയുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊക്കെ അങ്ങനെയുള്ള ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൃത്യമായി ബിഗ് ബോസിലേക്ക് എന്ന് പോകും എന്നാണ്, ബിഗ് ബോസിലേക്ക് പോകുന്ന ഡേറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ബിഗ് ബോസിലേക്ക് രേണു പോകുന്നതിന് ഒരു 2 ദിവസം മുമ്പ് ഞാനൊരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രേണുവിനെ ആദ്യമായിട്ട് യക്ഷിയാക്കിക്കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ ഷൂട്ടിങ്ങിനെ പ്ലാൻ ചെയ്ത് അതിനൊരു ഡേറ്റും കാര്യങ്ങളും എല്ലാം തീരുമാനമായി വരുമ്പോഴാണ് ഈ ബിഗ് ബോസിൻ്റെ ഇതിലേക്കുള്ള രേണുവിൻ്റെ എൻട്രി ഉണ്ടാകുന്നത്. അങ്ങനെ അത് തിരിച്ച് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അവൾ പറയണ്ടായി, ഇനിയിപ്പോൾ അഥവാ എപ്പോഴാണ് പോകേണ്ടതെന്ന് അറിയില്ലേക്ക, പോകേണ്ടതായിട്ട്
വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ആദ്യം നിങ്ങളുടെ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ഞാൻ ബാക്കിയൊന്നും ചെയ്യുള്ളൂ എന്ന് പറയുകയുണ്ടായി. പിന്നെ ഇപ്പൊ രേണുസുതി തന്നെ രേണുസുതിയുടെ ലൈഫിൽ പലരെ തള്ളി പറഞ്ഞെന്ന് പറഞ്ഞ് പലരും അവകാശവാദങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു നിര തന്നെയുണ്ട് വലിയ. അപ്പൊ ആ നിരയിൽ ഇപ്പൊ താങ്കൾ ഇനി വരുമ്പോൾ ബിഗ് ബോസിൽ പോയ ഒരു സെലിബ്രിറ്റി വലിയൊരു സ്റ്റാറ്റസോടെ ആയിരിക്കും രേണുസുതി തിരിച്ചു വരിക. അല്ലെങ്കിൽ 100 ദിവസം കഴിഞ്ഞ് താങ്കൾ പറയുന്ന പോലെ വിന്നർ ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അന്ന് താങ്കൾ അറിയില്ല, താങ്കളോട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും താങ്കളുടെ മനോഭാവം? ഒരു മനോഭാവമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവള് നന്നായിട്ട് വരട്ടെ, അവള് നന്നായിട്ട് അതിൽ വിൻ ചെയ്ത് തന്നെ വരട്ടെ. എന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ രേണു അവിടെ നിന്ന് ഉയർന്നു തുടങ്ങി എന്നുള്ളതാണ്. രേണു എപ്പോഴും ഈ ആൽബം ചെറിയ റീലുകളും ചെയ്തുകൊണ്ട് നിൽക്കേണ്ട ഒരു കുട്ടിയല്ല. അവള് അവളുടെ റീച്ചിനനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ഉയർന്നിട്ടില്ല. ഇതിലും വലിയ റീച്ചിലേക്ക് അവൾ പോകുന്നത് കാണാൻ നമുക്ക് സന്തോഷമുള്ളൂ. എന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ, എനിക്കത് പ്രശ്നമില്ല. അറിയില്ല എന്ന് അവൾ ഒരിക്കലും പറയില്ല. കാരണം അവൾ അത്രയും ദുഷിച്ച മനസ്സുള്ള ഒരു കുട്ടിയൊന്നുമല്ല. എത്രയോ ആൾക്കാർ ഇവിടെ അവളെ എടുത്തിട്ട് കൊല്ലുന്നു, ഘോരം പ്രസംഗിക്കുന്നു. പക്ഷെ അവൾ തിരിച്ച് ഇവരോടൊന്നും പലരോടും പ്രതികരിച്ചിട്ടുമില്ല, ആരോടും തന്നെ മിണ്ടിയിട്ട് പോലും ഇല്ല എന്നാണ് എനിക്ക്. അന്ന് രേണുസുതി അറിയുന്നില്ല എന്നല്ല പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരി അറിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനെതിരെ പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ തീർച്ചയായിട്ടും പുള്ളിക്കാരി പല വീഡിയോസും കാണാത്ത ആളാണ്. ഞങ്ങൾ ചിലപ്പോൾ ഒക്കെ അയച്ചു കൊടുത്തിട്ട് രേണു ഇതൊന്ന് കണ്ടു നോക്ക് എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോസ് ഒക്കെ അയച്ചു കൊടുക്കുമ്പോഴാണ് അവൾ ഇത് കാണുക, ഓപ്പൺ ആക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ആരോടും പുള്ളിക്കാരത്തെ അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. പിന്നെ തിരിച്ചു വരുമ്പോൾ അവൾ എൻ്റെ ഷോർട്ട് ഫിലിം ചെയ്തില്ലെങ്കിൽ വേണ്ട, ഞാൻ മറ്റൊരാളെ വെച്ച് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഞാനത് ചെയ്യാതിരിക്കുമായിരിക്കും. പക്ഷെ അവൾ തിരിച്ചു വന്ന് എന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഹാപ്പിയാണ്. കാരണം അവൾ രേണു എന്നും ഈ ആൽബം റീലും ചെയ്തുകൊണ്ട് നിന്നാൽ പോരാ. അവൾ ബിഗ് ബോസിന്റെ വിന്നറായാണ് തിരിച്ചു വരുന്നതെങ്കിൽ അവളുടെ സ്റ്റേജ് മാറി, അവൾ അതിൽ നിന്ന് താങ്കൾക്ക് അതിൽ പ്രശ്നമില്ല. അതായത് ഇപ്പൊ അവരറിയാവുന്ന, അവരെ ഉയർത്തി, അവരെ സഹായിച്ച ആളുകളെ അവർ അറിയില്ല എന്ന് പറയുന്നതിൽ താങ്കൾക്ക് അത് പ്രശ്നമായിട്ട്? എനിക്ക് പ്രശ്നമായിട്ട് ഒന്നുമില്ല, അവർക്ക് കുഴപ്പമില്ല, പിന്നെ എനിക്കെന്താ പ്രശ്നം? താങ്കൾ അങ്ങനെ തന്നെയായിരിക്കും. എന്ത് ഉയർച്ചയിലേക്ക് എത്തുമ്പോൾ ഞാൻ എന്താണ്, ഞാൻ ആരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ എത്ര നന്നായിട്ട് അഭിനയിച്ചാലും ഞാൻ ആവാനേ പറ്റുള്ളൂ. എനിക്ക് എന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം എന്റെ കൂടെ എന്നും ഉണ്ടാവും. എനിക്കാരെ ഉപേക്ഷിക്കേണ്ടതായിട്ട് കാര്യങ്ങൾ വരുന്നില്ല. എന്റെ ഉയർച്ച എന്ന് പറയാനായിട്ട് നമ്മുടെ ഉയർച്ചകളൊക്കെ എവിടെ വരെ എത്തും, എങ്ങനെ എത്തും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് താങ്കൾ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ളവരെ മറക്കില്ലാത്തത്? ഞാൻ മറക്കില്ലാത്ത എന്റെ കൂടെ നിന്ന് കൂട്ടുകാരുണ്ട്. എന്റെ ഈ ആൽബം ഷൂട്ട് ചെയ്യാനായി പോലും എന്റെ കൂടെ നിന്നിട്ടുള്ള എന്റെ ഫ്രണ്ട്സുകളുണ്ട്. മക്കു, ജിഷാദ്, എന്റെ അനിയനാണ്, എന്റെ ബ്രദറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഈ ആൽബം പ്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ പൈസകളാണെങ്കിൽ പോലും പലരും വാങ്ങിക്കുക പോലും ചെയ്യാതെ എന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിനെ ഒരു ഫ്രണ്ട്സിനെ വിട്ടിട്ടൊന്നുള്ള ഒരു പരിപാടി ഞാൻ ചെയ്യില്ല. അപ്പൊ രേണുസുതി ചെയ്യുന്ന തെറ്റില്ല നിങ്ങൾ പറയുന്നുണ്ടോ? രേണുസുതി ചെയ്യട്ടെ, അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്റെ പൊന്നു ചേട്ടാ, ഈ പെണ്ണൊരുത്തി, നിങ്ങൾ ഒരു കാര്യം അറിയാം, ആകെപ്പാടെ ഈ പെങ്കൊച്ചൊരുത്തി ഇവള് നേരിടുന്ന അക്രമവും സൈബർ അറ്റാക്കിങ് എന്തേരാ ഓരോ ദിവസം ഓരോ യൂട്യൂബേഴ്സ് ശരിക്കും പറഞ്ഞ രേണുസുതി രേണുസുതി തന്നെ പറയുന്ന വാക്കുകൾ തന്നെ മാറ്റി പറയുമ്പോഴേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ. എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ അവള് പേഴ്സണലി പറയുന്നതായിരിക്കാം. അപ്പൊ പിന്നെ പേഴ്സണലി പറയുന്നത്, ഇപ്പൊ റിവ്യൂ ചെയ്യുന്ന, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ സാധാരണ ഇങ്ങനെയുള്ള പല ആളുകളും ചെയ്യാറുണ്ട്. ഇപ്പൊ താങ്കൾ ഇന്നൊരു കാര്യം പറഞ്ഞു, രേണുസുതിയുടെ കട്ട സപ്പോർട്ടായി നിൽക്കുന്ന, എന്ത് പ്രശ്നം വന്നാലും രേണുസുതിയോട് നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് നാളെ അത് മാറ്റി പറഞ്ഞാൽ താങ്കൾ വാക്കില്ലാത്ത വ്യവസ്ഥയില്ലാത്തവനാന്ന് പറയുന്നത് എന്താണ് തെറ്റുള്ളത്? തീർച്ചയായും ഞാൻ ഒരിക്കലും ഇത് മാറ്റി പറയുന്നില്ല. രേണു വിന്നറായിട്ട് വരുന്നത് വരെ ഞാൻ ഇത് തുടരുക തന്നെ. രേണു എന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് കുഴപ്പമില്ല. ഞാനത് തന്നെ വെച്ചു. ഇപ്പൊ താങ്കൾ പറയുന്നു താങ്കൾ ഇന്ന് പറഞ്ഞ വാക്കാണ് നാളെയും പറയുള്ളൂ, ഞാൻ ഒരിക്കലും മാറ്റി പറയില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ മാറ്റി പറയുന്ന ഒരാൾക്കെതിരെ അങ്ങനെ മാറ്റി പറയുന്ന ഒരാളാണെന്ന് ഒരാൾ പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അത് രേണുവിന്റെ സ്വഭാവവും സംസാരവും ഒക്കെ അവരുടെ സ്വന്തം കാര്യമാണ്. എനിക്കറിയുന്ന രേണുവിനെ എനിക്ക് അറിയാം. അവൾ എൻ്റെ അടുത്ത് ഇന്ന് വരെ ഒരു നുണ പറഞ്ഞിട്ടില്ല, മാറ്റി പറഞ്ഞിട്ടില്ല. താങ്കൾ അറിയുന്ന രേണു അങ്ങനെയാണ്, അവർക്ക് കാണുന്ന കാഴ്ചപ്പാടിൽ അങ്ങനെയാണെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഒരു കാഴ്ചപ്പാടുള്ളവർ പറയുന്നുണ്ടല്ലോ. ഈ കാഴ്ചപ്പാടുള്ളവരൊക്കെ ഇത്രയും പറഞ്ഞിട്ടും രേണു ഇന്ന് എവിടെ എത്തിയാ നിൽക്കുന്നത്? രേണു ഈ മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോ. സുഹൃത്തെ, ഈ രേണുസുദീനല്ല അവർ പറയുന്ന ആൾക്കാരും അവർ പറയുന്നതോട് തല നിൽക്കുന്നത്. അവരെ രീതിയിൽ വളർന്നു പോകുന്നുണ്ടല്ലോ, അവർക്ക് വളർച്ചയുണ്ട് അല്ലെങ്കിൽ താഴ്ചയുണ്ട്, അവർ ആ രീതിയിലാണ് പോകുന്നത്. അല്ലാണ്ട് രേണുസുതി മാത്രമല്ല, ബാക്കിയുള്ളവരെ വിമർശിക്കുന്നവരൊക്കെ ആ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണോ? അല്ല, വിമർശിക്കുന്നവര് വിമർശിക്കട്ടെ, എന്തൊക്കെയാന്ന് പറഞ്ഞാലും അവൾ ഇവിടെ വരെ എത്തി, അവള് കയറി പോകുന്നത്. അവള് രേണു പറയുന്നത് മാറ്റി പറയുന്നതും എടുക്കുന്നതുമായിട്ടൊന്നും എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രേണു എന്റെ മുന്നിൽ എന്താണോ രേണു, ഞങ്ങൾ തമ്മിൽ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അങ്ങും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയുന്നത്, ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും എൻ്റെ കുടുംബത്തിനടക്കമുള്ള ആൾക്കാർ എപ്പോഴും പറയുകയാണ് ചേച്ചി ജയിക്കണം. അവർ വീട്ടിലിരുന്ന് നോട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളും അതേപോലെ തന്നെ അവളെ സപ്പോർട്ട് ചെയ്തിട്ട് ഓരോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും അവളൊരു പാവപ്പെട്ട വീട്ടിലെ കൊച്ചലേട്ടാ. ഇതെന്തേരം സൈബർ അറ്റാക്കിങ്, എന്തൊക്കെ പരിപാടികൾ, ജയിച്ച് ഇറങ്ങി വരട്ടെ. പാവപ്പെട്ട വീട്ടിലെന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്ന് വെച്ചാൽ എല്ലാവരും മനുഷ്യനായിട്ട് ജനിക്കുന്നു, അവരുടെ കർത്തവ്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. പാവപ്പെട്ടത് പണക്കാരൻ അങ്ങനെയൊക്കെ വരുന്ന വ്യഭിചരിച്ചിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കളിക്കുകയാണെങ്കിൽ അവർ ജയിക്കേണ്ട, പാവപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ട് രേണുസുതി മാത്രം ജയിച്ചാൽ മതി എന്നാണ് താങ്കൾ? അതെ, ഞാൻ അങ്ങനെ പറയുന്നത്. എന്തുകൊണ്ടാണ്? എന്റെ അഭിപ്രായം അതാണ്. രേണു ജയിക്കാനാണ് എനിക്കിഷ്ടം. എന്റെ അഭിപ്രായം തന്നെയാണ്. ഞാൻ അങ്ങനെ തന്നെ, പാവപ്പെട്ട വീട്ടിലെ കൊച്ചായതുകൊണ്ട്, എനിക്കറിയുന്ന കൊച്ചായതുകൊണ്ട് രേണു തന്നെ ജയിക്കട്ടെ. എന്നിട്ട് അതിനുള്ള ഗെയിമൊന്നും കാണുന്നില്ലല്ലോ. അതൊക്കെ അവള് കളിച്ചോളും. അവൾക്ക് അതിന് ബുദ്ധി ഇല്ലാത്ത കുട്ടിയൊന്നും അല്ല അവള്. അത് ഗെയിം തുടങ്ങിയിട്ട് ഇത്ര ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. മുന്നോട്ടുള്ള രേണുവിന്റെ ഗെയിമിങ് നോക്കിക്കോ നിങ്ങൾ.
എല്ലാം ചേഞ്ച് ആക്കി എന്തൊക്കെ കാണിച്ചാൽ അതായത് ഒരു ഗെയിമും കളിച്ചില്ലെങ്കിലും ബിഗ് ബോസ് രേണുസുദീൻ അവിടെ ഇല്ല നിലനിർത്തും. അങ്ങനെ നടത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം ബിഗ് ബോസ് രേണു സുധീനെ ഇപ്പൊ അത്ര വലിയ സംഭവമൊന്നും അല്ലല്ലോ. ഇതിലും വലിയ എത്രയോ വലിയ വലിയ ആൾക്കാർ എത്ര താങ്കൾ സീസണുകൾ തന്നെ ആദ്യം പറഞ്ഞല്ലോ ഇത്ര വലിയൊരു റിയാലിറ്റി ഷോയിലേക്ക് രേണുസുദീനെ എത്തി. ഒരാളെ വിളിച്ചു വരുത്തി. എത്തി. ഒരു ഗെയിം അപ്പൊ അത്ര വലിയൊരു ആളെ നിലനിർത്തുന്ന കൊണ്ടുപോകുന്നതും ബിഗ് ബോസിന്റെ ആവശ്യം തന്നെ ആയിരിക്കില്ലേ? ആയിരിക്കാം, മേ ബി അങ്ങനെ ആയിരിക്കാം. പക്ഷേ രേണു സുധി നിലനിർത്തി പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഗെയിമും കളിക്കാതെ ഇരിക്കുന്ന രേണു സുധീനെ ബിഗ് ബോസ് നിലനിർത്തി പോകുന്ന എനിക്ക് തോന്നുന്നില്ല.